എല്ലാവർക്കും നമസ്കാരം. വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കഴിക്കുന്നു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വരട്ടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതാ ചക്കയൊക്കെ പറിച്ചെടുത്തു അടുപ്പിൽ വെച്ചിട്ട് വരട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ ഒരു റൗണ്ട് ഒന്ന് വിസിലടുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചക്ക ഇട്ടു. ആ വേവിച്ച് വെച്ച ചക്കേനെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ശർക്കര പാവ് ഉണ്ടല്ലോ, ആ വെള്ളം കൂടി ശർക്കരയുടെ മധുരത്തിൽ കടന്നിട്ട് ഒന്ന് നന്നായിട്ട് വെന്തിങ്ങോട്ട് വരും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല മണമൊക്കെ ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഈ അടുപ്പിലൊക്കെ ഇങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അടുപ്പിൻ്റെ വിറകിൻ്റെയും ഈ നെയ്യൊക്കെ ഇട്ടിട്ടുള്ള ആ മണം കൂടിയൊക്കെ പാടെ കൂടി അടിച്ച് കയറി വരികയാണ്. ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഒരു 1-2 വർഷമൊക്കെ നമുക്ക് കേടുകൂടാതെ എടുത്തു വയ്ക്കാനും പറ്റും കേട്ടോ. ഇങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കുറുക്കി എടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക്, ഇത് ചൂടാറി കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ആക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഒന്ന് വെതറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂപ്പലൊന്നും കൂടാണ്ട് നമുക്ക് കുറേ കാലം എടുത്തു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്